വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മരണം 15ആയി. 25 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. സമീപത്തെ വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകളും സംഭവിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ അനുബന്ധ സംഘടന ഏറ്റെടുത്തു. രാകേഷ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ് നമ്മൾ രാവിലെ തന്നെ കേട്ടത്. കൂടുതൽ മരണപ്പെട്ടവരുടെ എണ്ണം ഉയരാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ എന്താണ് സാഹചര്യം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖയിൽ ഇന്നലെ വൈകിട്ടാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. അതായത് ബന്നു സൈനിക ക്യാമ്പിന് നേരെ, കണ്ടോൺമെന്റിന് നേരെ രണ്ട് വാഹനങ്ങൾ ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് ഈ സമയം മറ്റു ഭീകരർ ഈ ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു, സ്ഫോടനം ഉണ്ടായതിനു ശേഷം. എന്നാൽ മറ്റു ഭീകരർ ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനായി, ചെറുക്കാനായി എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ഇത് സൈനികരുടെ ഓഫീസുകൾ ഈ കണ്ടോൺമെന്റിനകത്തുണ്ട്. ഒപ്പം തന്നെ ജനവാസ കേന്ദ്രമുണ്ട്. ഇതിന് സമീപത്ത് വീടുകളുമുണ്ട്. ഈ സ്ഫോടനത്തിൽ ഒരു പള്ളിയുടെ മേൽക്കൂര തകർന്നു. ഒപ്പം തന്നെ ഒരു വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 15 പേരിലെല്ലാം തന്നെ സാധാരണക്കാരാണ്, സൈനികരല്ല, സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് 4 കുട്ടികൾ, ഒപ്പം തന്നെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം വൈകിട്ടായിരുന്നു, നോമ്പുതുറ സമയമായിരുന്നു. അപ്പോൾ ആളുകൾ ആ പള്ളിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ സമീപത്ത് മാർക്കറ്റുണ്ട്, അവിടെയൊക്കെ തന്നെ ആളുകളുണ്ടായിരുന്നു. ഇതാണ് ഈ മരണസംഖ്യ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും 6 ഭീകരരെ വധിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിക്കുകയും ചെയ്തത്. എന്നാൽ സൈനികർ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒരു പ്രതികരണം ഔദ്യോഗികമായി തന്നെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും 40 പേർ പോലും ചികിത്സയിലുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ പാക് താലിബാനുമായി ബന്ധമുള്ള ജെയ്ഷ് അൽ ഫുർസാൻ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സമീപകാലത്തായി ഇത്തരം ആക്രമണങ്ങൾ, ചാവേർ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ തന്നെ 3 തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ ആക്രമണം നടന്ന ഈ പ്രദേശം, അത് താലിബാന് കൂടി വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഭവ്യ. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.